കണ്ടുപിടിച്ചേ. ഉച്ചരിച്ചിരുന്നാൽ ജന്മജന്മാന്തരാർജിതങ്ങളായിരിക്കുന്ന ദുരിതരാശികൾ യഥാവലി സംഭൃതങ്ങളായി ചമയും എന്നോ നിശ്ചയമത്രയല്ലോ ആകുന്നത് എന്നതുകൂടാതെ കണ്ട് മറ്റ് സാരങ്ങളായി അനിത്യങ്ങളായി അല്പസുഖപ്രദങ്ങളായിരിക്കുന്ന ഓരോരോ അർത്ഥപുത്രമിത്രകളത്രാദികളിൽ ഭ്രമിച്ച് വൃഥാ തന്നെ കാലക്ഷേപം ചെയ്ത് ദുരിതമാർജിച്ചു പോകുകയല്ലോ ചെയ്യുന്നത്. അത് ഈ മനുഷ്യർക്ക് എത്ര കഷ്ടം. മനുഷ്യജന്മം എളുതായിട്ടു ലഭിക്കുന്ന ഒരു വസ്തു എന്നാലായതൊക്കവയും കൊള്ളാം. സുഹൃത ദുഷ്കൃതങ്ങൾ തുല്യങ്ങളായിരിക്കുന്ന സമയത്തെങ്കിലേ മനുഷ്യജന്മത്തെ ലഭിക്കൂ എന്ന ജന്മത്തെ ദൈവഗത്യാ ലഭിച്ചവർ പക്ഷം വ്യർത്ഥമാക്കി കളയാതെ കണ്ട് ഒരവസരം വരുന്ന സമയത്തെങ്കിൽ ഈശ്വര സേവ ചെയ്ത് ദുരിത നിവൃത്തി വരുത്തി ഗതി വരുത്തിക്കൊള്ളുവാനായി കൊണ്ടുവേണമതേ എല്ലാ ജനങ്ങളും എല്ലാ സമയത്തെങ്കിലും പ്രയത്നം ചെയ്തുകൊള്ളുവാൻ ആയതത്രേ ഇവിടെ ജന്മസാഫല്യമാകുന്നത്. ഔവണ്ണമെല്ലാം ഇരിക്കുന്ന വാസുദേവൻ ഭവാന്മാരെ രക്ഷിക്കട്ടെ. ഭഗവാന്മാർക്ക് പല പ്രകാരേണയും ഉണ്ടാകുമല്ലോ സങ്കടങ്ങൾ, ആധ്യാത്മികങ്ങളായും ആധിഭൗതികങ്ങളായും ആധിദൈവികങ്ങളായിട്ടും ഇങ്ങനെ ബഹുവിധങ്ങളായിട്ടും ഉണ്ടാകുന്ന സങ്കടങ്ങളെ ആസകലം തന്നെ യഥാവലെ ദൂരത്തുങ്കൽ കളഞ്ഞ് ഇഹലോകത്തുങ്കൽ സൗഖ്യത്തെയും പരലോകത്തിങ്കലേക്ക് ശ്രേയസ്സായിരിക്കുന്ന മോക്ഷത്തെയും പ്രാപിപ്പിക്കുക ആയതല്ലോ രക്ഷയുടെ പൂർത്തിയാകുന്നത്. എന്നിരിക്കുന്ന രക്ഷയെങ്കിൽ ആരിവിടെ രക്ഷിതാവ് എന്നല്ലേ? വാസുദേവൻ ഭവാന്മാരെ രക്ഷിക്കട്ടെ. ആര്? വാസുദേവനോ എന്തിനാകുന്നത് ഇത്ര വർഷം ചെയ്യിക്കുന്നത്? വൃഷ്ണികുലാലങ്കാരഭൂതനായി സത്യധാമവല്ലഭനായി ഭഗതവത്സരനായിരിക്കുന്ന യാതൊരു ഭഗവാൻ സ്വാമി ശ്രീകൃഷ്ണനെ തന്നെയാകുന്നതേ ഇവിടെ ഭഗവാന്മാരുടെ രക്ഷയ്ക്കായി കൊണ്ട് കൽപ്പിച്ചത്. ആയതോളം നല്ല ശിക്ഷ വഴിപോലെ ബോധിച്ചു. ഇത്ര രക്ഷാസാമർഥ്യമുണ്ടായിട്ട് തന്തിരുവടിയെ പോലെ മറ്റാരും തന്നെ ഇല്ല എങ്കിലും ഔവണ്ണമെല്ലാം ഇരിക്കുന്ന വാസുദേവൻ എന്നല്ലോ ഇവിടെ പറഞ്ഞത്. ആയത് ഹേതുവായിട്ട് അവസ്ഥാഭേദവും കൂടി കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ ഉപാസനയ്ക്ക്
പരമഭക്തന്മാരായിരിക്കുന്ന പാണ്ഡവന്മാർ യദുഭവന ദഹനാനന്തരം വിദുരരാൽ നയിക്കപ്പെട്ട മാർഗത്തുങ്കലൂടെ ബ്രാഹ്മണവേഷപ്രച്ഛന്നന്മാരായിട്ടു സഞ്ചരിച്ച് ഏകചക്രാഗ്രാമത്തെ പ്രാപിച്ച് വേത്രകീയനാകുന്ന ഗോത്രാസുരന്റെ ഗൃഹത്തിങ്കൽ അധിവസിക്കുന്ന കാലത്തിങ്കൽ ഒരു ദിവസം രാത്രി സമയത്തിങ്കൽ ആഗതന്മാരായിരിക്കുന്ന ബ്രാഹ്മണരിൽ നിന്ന് പാഞ്ചാലി സ്വയംവര വൃത്താന്തത്തെ അറിഞ്ഞ് സ്വയംവരോത്സവ കുതുകികളായിട്ട് ബ്രാഹ്മണരോടുകൂടി പുറപ്പെട്ട് പാഞ്ചാല രാജധാനിയെ പ്രാപിച്ചധിവസിക്കുന്ന സമയത്തിങ്കൽ പാഞ്ചാല രാജപുത്രനായിരിക്കുന്ന ധൃഷ്ടദ്യുമ്നൻ സ്വയംവരത്തിനായിക്കൊണ്ട് ആഗതന്മാരായിരിക്കുന്ന രാജാക്കന്മാരെ വിധിക്കുതക്കവണ്ണം സൽക്കരിപ്പൂരം ചെയ്തു ആയത് പ്രകാരമർന്നത് പാഞ്ചാല ഭൂപാലസുതോ മഹാത്മാ സഞ്ജോദിതസ്താവഗീരാസ്തദാനീം പഞ്ചേഷു വേഷാൻ നൃപദീനശേഷാൻ മഞ്ജേഷു സംവേശിതവാൻ യഥാർഹം ആ സമയത്തിങ്കലാകട്ടെ ഏത് സമയത്തിങ്കലാണ് എന്നാണെങ്കിൽ ആ പാഞ്ചാല മഹാരാജാവ് തന്റെ പുത്രിയായിരിക്കുന്ന പാഞ്ചാലിയുടെ വിവാഹം വീരപരീക്ഷയായിട്ട് നിശ്ചയിക്കുകയുണ്ടായി. പാഞ്ചാല മഹാരാജാവ് പുത്രിയുടെ വിവാഹം പരീക്ഷയായിട്ട് നിശ്ചയിച്ചു. എന്താടോ എന്താ ഈ പറയണ്ടായി? സത്യമായിട്ട് എന്തോ പറഞ്ഞല്ലോ. അത് എന്താണ് ഞാൻ ചോദിച്ചത്? എനിക്കത് കണ്ടറിയാം. ഇവിടെ പലതും പറയാൻ കഴിവുള്ള ആളാണെന്ന് എനിക്കത് കണ്ടറിയാം. പക്ഷേ ഇങ്ങനൊന്ന് പറയുന്നു ഞാൻ വിചാരിച്ചിട്ട് അതുകൊണ്ടാ ചോദിക്കണത്. ആളുടെ മുതൽ എന്റെ മുതകല്ല അങ്ങോട്ട് നോക്കാനായി പറയുന്നു. എന്തെങ്കിലും ഒരു ഭാവ വ്യത്യാസം ഉണ്ടോ? ഇല്ല, ഒരു ഭാവമില്ല. കാലമൊക്കെ നീട്ടി വെച്ച് കേമായിട്ട് അവിടെ ഇരിക്കുക. അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ ചോദിച്ചു എന്നുള്ള ഭാവമെങ്കിലും വേണ്ട. ഒരു ഭാവമില്ല, സുഖമായിട്ട് അവിടെ ഇരിക്കണ്ടോ? എന്താണോ എന്താണെന്ന് പാഞ്ചാല മഹാരാജാവ് പുത്രിയുടെ വിവാഹം പരീക്ഷയായിട്ട് നിശ്ചയിക്കേ. ആവോ ഇന്നത്തെ കാലത്ത് ഇനി പരീക്ഷയില്ലാണ്ട് എന്തെങ്കിലും ഒരു കാര്യം ബാക്കി ഉണ്ടായിരുന്നെങ്കിൽ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വിവാഹം മാത്രം ഒരാളും പരീക്ഷ നടത്തി നിശ്ചയിക്കുക ഇതുവരെ തുടങ്ങിയില്ല. ബാക്കി സകല കാര്യങ്ങൾക്കുണ്ടോ പരീക്ഷ? ഇന്നതൊന്നുമില്ല. സകല ഇപ്പൊ വിദ്യാഭ്യാസമായാൽ അതിനെന്താ പരീക്ഷ? അപ്പൊ ഇടക്കിടക്ക് ഇപ്പൊ പരീക്ഷയുടെ കാല ഇടക്കിടക്ക് പറഞ്ഞ് കേൾക്കപ്പെടുന്നു. വേണമെങ്കിൽ ഒന്ന് ചോദിച്ചു നോക്കിക്കോളൂ. ഇതൊക്കെ അനവധി കഴിഞ്ഞിട്ടാണ് പരീക്ഷ കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്ന് കൂടിയേക്കണത്. ചോദിച്ചാൽ ഇടയ്ക്ക് പറഞ്ഞ് കേൾക്കരുത്. നീ എന്താ ഈ കയ്യും കെട്ടി ഇവിടെ ഇങ്ങനെ വന്നിരിക്കണത്? എനിക്കിപ്പോ പരീക്ഷ ഒന്നുമില്ലേ? പതിവുണ്ട്, ഇടയ്ക്ക് പതിവുണ്ട്. അപ്പൊ നാളെ എങ്ങനെയാ പരീക്ഷ ഉണ്ടോ? ഓ നാളെ ഉണ്ടോ? ചോദിക്കാൻ പറഞ്ഞേ എപ്പോഴും ഉണ്ട് പരീക്ഷ. ഇത് പരീക്ഷ കഴിഞ്ഞിട്ട് വന്ന് നിൽക്കുക. അങ്ങനെയാ അതെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് കേട്ട് പതിവുള്ള പരീക്ഷയുണ്ട് പരീക്ഷയുണ്ട് എന്നുള്ളത്. ആ വിദ്യാഭ്യാസമായാൽ സ്വതേ ഉള്ളതാ. വിദ്യാഭ്യാസം തന്നെ വെക്കണ്ട. എന്തെങ്കിലും ഒരു പ്രവൃത്തി തരാവണമെങ്കിൽ അതിനും ഇപ്പൊ പരീക്ഷ ഉണ്ട്. എത്ര ആളാ പ്രവൃത്തി ഇല്ലാണ്ട കഴിയണമെന്നാ വിചാരിച്ചിരിക്കുന്നത്? ഇത് കാര്യട്ടോ. ഇവിടെ ഇങ്ങനെ വന്നിരുന്ന ഇവിടെ ഇരിക്കലേ ഉണ്ടാവുള്ളൂ. എന്തെങ്കിലും ഒരു പ്രവൃത്തി തരാവണമെങ്കിൽ പരീക്ഷയ്ക്ക് പുറപ്പെട്ടോളൂ. കേട്ടപ്പോഴേക്കും ചാടി പുറപ്പെട്ടുണ്ട് പരീക്ഷിക്കാനായിട്ടൊക്കെ. എന്താ പ്രായമൊന്നും ആയിട്ടില്ല, പ്രവൃത്തിയുടെ പ്രായമൊന്നും ആയിട്ടില്ല. അപ്പോഴും മോഹതാണ്. പ്രവൃത്തി തരാണെങ്കിൽ ഇപ്പൊ പരീക്ഷ എഴുതണല്ലോ, എന്നാ അതിന് പുറപ്പെടുക, നിശ്ചയിച്ച് പുറപ്പെടുക. അങ്ങനെ അനവധി ആളുകൾ പുറപ്പെട്ടിട്ടുണ്ട്. ആ വിദ്യാഭ്യാസം ആയാലും അതെ, പ്രവൃത്തിക്കുള്ളതായാലും അങ്ങനെ അങ്ങനെ പല തരത്തിൽ പരീക്ഷകൾ കേൾക്കുക പതിവുണ്ട്.
ഇതിപ്പോ എന്തിനു വേണ്ടിയിട്ട് പുറപ്പെട്ടേക്കണമെന്ന് ശരിയാ, എന്ത് പരീക്ഷയാണെന്ന് ശരിയാ, അങ്ങനെയുള്ള ആളുകളുണ്ട്. അങ്ങനെ ഉണ്ടല്ലോ ഈ പരീക്ഷയ്ക്ക് പോണ ആളുകൾക്ക് എന്തിനാ പരീക്ഷ എന്നുള്ളത് ആ വിഷയമൊന്നും ഉണ്ടാവില്ല. അതിപ്പോ പരീക്ഷയ്ക്ക് പോണ ആളുകൾക്ക് മാത്രമല്ല, പരീക്ഷിക്കുന്ന ആളുകൾക്ക് അത് ഇടയ്ക്കിടയ്ക്ക് പരീക്ഷേണ്ടത് കേൾക്കല് തന്നെ ഉള്ളൂ. അത് കണ്ടേ എന്തിന്റെ പരീക്ഷയ്ക്കാ പുറപ്പെട്ടത് ആവോ, അത് ശരിയാ, പരീക്ഷ ഇടയ്ക്കിടയ്ക്ക് കേൾക്കലേ ഉള്ളൂ. അപ്പോഴും വിവാഹത്തിന് പരീക്ഷ ഉണ്ടാവുക ഒരാളും പറഞ്ഞു കേട്ടില്ല. ആ പ്രായത്രയില്ലേ, അതുകൊണ്ട് ചോദിക്കുക. ഇപ്പൊ വിവാഹം കഴിഞ്ഞിട്ട് കുറച്ച് കാലമായി തോന്നുന്നത്, അതുകൊണ്ട് ചോദിക്കുക, വിവാഹം എങ്ങനെയുണ്ടായി? വിവാഹം എങ്ങനെയുണ്ടായി? പ്രായത്രയായെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വിവാഹം എന്ന് പറയുമ്പോ ഒരു പുഞ്ചിരിയൊക്കെ വരുന്നുണ്ട്. ആയാലും വളരെ കൗതുകമുള്ളതല്ലേ അതുകൊണ്ട് വിവാഹം എന്ന് പറഞ്ഞാൽ. എല്ലാവർക്കും കൗതുകമൊന്നും പറയില്ല. പല ആളും ചിരിക്കലുണ്ട്, മനസ്സിൽ കരഞ്ഞിട്ടാവും പുറത്തേക്ക് ചിരിക്കുക. അങ്ങനെയുള്ള ആളും ഉണ്ട്, അനവധിയുള്ള ആളുകൾ വേണ്ടിയിരുന്നില്ലേ എന്ന് തോന്നുന്ന ആളും ഉണ്ട്. അപ്പോഴും ആ മോദിക്ക് നോക്കും, ഈ ചിരി ഇങ്ങനെ കാണാൻ തരണ്ട, ആലോചിക്കുമ്പോഴുള്ള കൗതുക. അതുകൊണ്ട് എങ്ങനെയാ വിവാഹം ഉണ്ടായി? ഈ ആളിനെയൊക്കെ വിളിച്ചു കൂട്ടി പരീക്ഷ ഒക്കെ നടത്തി അങ്ങനെയാണോ പത്നിയെ സമ്പാദിക്കേണ്ടായിട്ടുള്ളത്? ഇല്ലല്ലോ. സ്വതേ ഉള്ളതുപോലെ വിവാഹത്തിനായിട്ട് ആലോചിച്ച് വിവാഹം ചെയ്യലേ ഉണ്ടായിട്ടുള്ളത്. അതാ ഞാൻ പറഞ്ഞു, വിവാഹത്തിന് പരീക്ഷ ഒരാളും കേട്ടില്ല. അല്ല, ഇത് എവിടേക്കാ ചില ആള് ഒരുപോലെ വസ്ത്രമൊക്കെ ധരിച്ച് പുറപ്പെട്ടല്ലോ, എങ്ങോട്ട് പുറപ്പെട്ടേക്ക് അവരെല്ലാവരും കൂടെ? ഇവിടെ വിവാഹത്തിന് ഒരു പരീക്ഷയുണ്ട്, അതിനു വേണ്ടി പുറപ്പെട്ടേക്ക്. എല്ലാവരും വിവാഹം പരീക്ഷിക്കാൻ പുറപ്പെട്ടേക്ക. നമ്മ പ്രായമായിട്ട് എന്നാലും എനിക്ക് ആകുന്നു. അധികവും ഒന്ന് കഴിഞ്ഞേക്കണ ആളല്ല, വിവാഹം കഴിഞ്ഞേക്കണ ആളല്ല, ആദ്യം പുറപ്പെട്ടുണ്ട് വിവാഹം പരീക്ഷ. അങ്ങനെ പോയിച്ച് പുറപ്പെടുന്ന ആളോ പറഞ്ഞു കേട്ടില്ല. വിവാഹത്തിന് പരീക്ഷ ഉണ്ടെന്ന് കേട്ടിട്ടുള്ള ആളിലെന്നെ ഇല്ല. അല്ലെങ്കിൽ ഇന്ന ദിക്കിൽ വിവാഹത്തിന് പരീക്ഷ ഉണ്ടായി, ഇന്ന ദിക്കിൽ വിവാഹത്തിന് പരീക്ഷ ഉണ്ടായില്ല, അങ്ങനെ ഒന്നും പറഞ്ഞു കേട്ടില്ല. ഈ കയ്യും കെട്ടി ഇവിടെ നിൽക്കുന്നത് കണ്ട വിവാഹം കഴിഞ്ഞ് പരീക്ഷ ചെയ്ത് തോന്നുന്നുണ്ടോ? അത് അനുഭവമുള്ള അനവധിയുണ്ട്. അപ്പോൾ ഈ വിവാഹം നടത്താനായിട്ട് പരീക്ഷ ഉണ്ടാവുക ഇതുവരെ കേട്ടില്ല. പിന്നെ എന്താ, പാഞ്ചാല മഹാരാജാവ് തന്റെ പുത്രിയുടെ വിവാഹം പരീക്ഷയായിട്ട് ചെയ്യാൻ കാരണം അല്ലേ? ആ മധ്യമ പാണ്ഡവനായിരിക്കുന്ന അർജുനന് കൊടുക്കാനായിട്ട് തനിക്ക് ഒരു പുത്രി ഉണ്ടാവണം മോഹിച്ച് യാഗം ചെയ്ത് ആ യാഗകുണ്ടത്തിങ്കിൽ നിന്നും ഉണ്ടായി തീർന്നിട്ടുള്ളതാണ് പാഞ്ചാലി. പാഞ്ചാലി അർജുന് കൊടുക്കാനായിട്ട് മോഹിച്ചുണ്ടായത് എങ്ങനെയാണ്? ഇതിങ്ങനെ കാലം നീട്ടിയിരുന്ന് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ പറയില്ലേ? അല്ലെങ്കിൽ ഇതൊക്കെ ആദ്യമായിട്ട് ഇങ്ങനെ ചിലത് കേൾക്കണത്. പുത്രി ഉണ്ടായിട്ടില്ല, പുത്രി ഉണ്ടാവണതിന് മുമ്പ് തന്നെ ഇന്ന ആൾക്ക് വിവാഹം ചെയ്തു കൊടുക്കണം എന്ന് മോഹിക്കാൻ, അങ്ങനെ ഒരു പുത്രി ഉണ്ടാവണമെന്ന് മോഹിക്കുക സ്വതേ ലോകത്തിലുള്ള കാലം പതിവില്ല. സ്വതേ പതിവ് ഉള്ളതെന്താ? എന്താ പതിവ്? പുത്രി ഉണ്ടായി, പുത്രിക്ക് ബാല്യം കൗമാരമൊക്കെ കഴിഞ്ഞ് യൗവനം എന്നുള്ള നിലയിൽ ആ വിവാഹത്തിന്റെ പ്രായമായാൽ വിവാഹത്തിനായിട്ട് ആലോചിക്കും. ഈ പ്രായമായാൽ പറയുന്നത് നമ്മ ബാല്യ കുറച്ചും കൂടെ ആയിട്ട് കഴിയണം. ആ ബാല്യമൊക്കെ കഴിഞ്ഞ് കൗമാരമായി വിവാഹത്തിന്റെ പ്രായമായാൽ വിവാഹത്തിനായിട്ട് ആലോചിക്കും. ബുദ്ധിമുട്ട് കഴിഞ്ഞാൽ വേണ്ടി വരും പായിട്ടില്ലേ ഉള്ളൂ. അങ്ങനെ ആ വിവാഹപ്രായമായാൽ അധികവും അമ്മമാരാണ് പുത്രിമാരുടെ വിവാഹത്തിനായിട്ട് നിശ്ചയിക്കുക പതിവേ. അവര് ആ പുത്രിക്ക് വിവാഹപ്രായമായി എന്ന് കണ്ടാൽ ഭർത്താക്കന്മാരുടെ സമീപത്തിന്റെ അവിടെ ചെന്ന് അതേ അപ്പോഴേ ഈ വിളിക്കണ കേട്ട ഒരാളെ വിളിക്കണ ചായൊന്നുമില്ലവോ, എന്തോ ഒരു സാധനത്തെ വിളിക്കുക, അങ്ങനെ തോന്നുക. സ്വതേ ഭാര്യമാര് ഭർത്താക്കന്മാര് ഇങ്ങനെ ചില വാക്കുകളെ കൊണ്ടാ വിളിക്കുക. അത് കേട്ട അപ്പ ഭർത്താവിന് മനസ്സിലാവുകയും ചെയ്യും. അതേ അങ്ങോട്ട് വിളിച്ചാൽ എന്താ അപ്പ ഭർത്താവ് വിളി കേൾക്കും. അപ്പോഴേ വിളിച്ചാൽ എപ്പോഴാ നല്ല എന്താന്ന് തന്നെയാ വിളി കേൾക്കും. ഇല്ലാതെ ഒരു കാര്യം ഇഷ്ടമായിട്ടുള്ള ഭർത്താവാണെന്ന് നിശ്ചയിച്ച സമീപത്തിൽ അവിടെ ചെന്ന് ഭർത്താവ് ഇങ്ങനെ വിളിക്കുക പതിവില്ലവോ? ശരിയാ, കാലത്തിന്റെ മാറ്റം എന്ന് പറഞ്ഞപ്പോ അങ്ങനെയൊക്കെ വിളിച്ചു തുടങ്ങിണ്ടാവും. ഇപ്പൊ ഇന്നറെ വിളിക്കാവൂന്നൊന്നുമില്ല, പലതും വിളിക്കുക പതിവുണ്ട്. ചില ഭാര്യമാര് ഭർത്താക്കന്മാരുടെ സമീപത്തെങ്കിൽ ചെന്ന്
പേര് വിളിക്കുന്ന ആളുണ്ട്. പേര് വിളിച്ചാൽ മഹാകർമ്മമാണ് വെച്ചേക്കുന്നത്. ഇപ്പൊ കാവഹയപ്പെട്ടതാണെന്നാണ് തോന്നുന്നത്. പേര് വിളിക്കുക പതിവുണ്ട്. ഈ കുറച്ച് യുവാക്കളായിട്ടുള്ള ആളാവുമ്പോഴാണ് ഈ പേര് വിളിക്കുക. അവർക്ക് അങ്ങനെ ആയാലേ കേമാവെന്ന് വിചാരിച്ച് അങ്ങനെയുള്ള ആളുണ്ട്. ഇനിയിപ്പോ ചില ആളുടെ പേരും വിളിക്കില്ല. എന്താ ഭർത്താവിന്റെ സമീപത്തിൽ ചെന്ന് കേട്ടാ ഇത് വിളിക്കുന്നത് കേട്ടാ പേടിയോ. അതുകൊണ്ടാണ് ഒരു വിധം ഭർത്താക്കന്മാരൊന്നും ആ ഭാര്യമാർക്ക് വിളിക്കുന്നത് കേട്ടാ അങ്ങനെ ചെല്ലില്ല. പേടിച്ചിട്ടാ അങ്ങനെ ചെല്ലാത്തതേ. ഈ അങ്ങനെ പല പല പ്രയോഗങ്ങൾ പല പ്രകാരത്തിലും വിളിക്കുക പതിവുണ്ട്. അല്ലേ എന്താ ഭർത്താവിനെ എന്താ വിളിക്കുക പതിവ്? ഭർത്താവിനെ എന്താ വിളിക്കുക പതിവ്? ചിരിക്കന്നെ നിർത്തിയിടും. എന്താ ഇവിടെ പറയാൻ തരാവാത്തതൊക്കെ വിളിക്കുക പതിവുണ്ടേ. എന്താ ആ സന്ദർഭത്തിനനുസരിച്ച് എന്തൊക്കെ വിളിക്കാൻ തരാമോ അതൊക്കെ വിളിക്കും. അങ്ങനെയുള്ള ആളുകളുണ്ട്. അപ്പോഴും ഇഷ്ടമായിട്ടുള്ള ഭാര്യമാരാണെങ്കിൽ അവര് എന്തെങ്കിലും ഒരു കാര്യം സാധിക്കണം എന്നുണ്ടെങ്കിൽ അതിന് പാകത്തിന് അവരെയും വിളിക്കുക. അങ്ങനെ ചില സ്വപ്നങ്ങളെ കൊണ്ട് വിളിക്കുക. അത് കാര്യം സാധിക്കാൻ അവരുടെ ഒരു കഴിവിലേക്ക് എങ്ങനെ വിളിക്കണോ അങ്ങനെ വിളിക്കും. അങ്ങനെ ആ സ്ത്രീക്ക് വിവാഹപ്രായമായി എന്ന് കണ്ടാൽ വേഗം ആ ഭാര്യമാര് ഭർത്താക്കന്മാരുടെ സമീപത്തിന്റെ അവിടെ ചെല്ലും. അവിടെ ചെന്ന് ഇനിയിപ്പോ ഇവിടെ ഇങ്ങനെ ഈ താടിക്കും കൈ കൊടുത്ത് ഇവിടെ ഇരുന്നാ മതിയോ? നോക്കൂ, ഇവളുടെ കാര്യം എന്തെങ്കിലും ഒന്ന് ആലോചിക്കണ്ടേ? വല്ലാണ്ട് ഗോഷ്ഠി കാട്ടി തുടങ്ങിയിട്ടുണ്ടോ? ഓരോരോ ഗോഷ്ഠി കാണിക്കേണ്ട അവിടെ ഇരുന്നോ ഉണ്ട്. നോക്കൂ, ഇവിടെ ആരെങ്കിലും സാമാന്യം പോലെ വിവാഹം ചെയ്ത് കൊടുക്കുക എന്നല്ല. ആരെങ്കിലും ഒരാളെ സാമാന്യം പോലെ കണ്ടെത്തണം. നീ താടിക്കും കൈ കൊടുത്ത് ഇവിടെ ഇരുന്നാൽ ഇവിടെ ഇരിക്കലേ ഉള്ളൂ. അങ്ങനെ ആയപ്പോൾ സാമാന്യം പോലെ ആരെങ്കിലും കണ്ടെത്തണം. ആ ഭാര്യമാര് നിർബന്ധിക്കുക പതിവുണ്ട്. അതനുസരിച്ച് ഭർത്താക്കന്മാരായാലും അതെ പരിചയമുള്ള ആളെ കണ്ടാൽ പിന്നെ ഇത് മാത്രമേ പറയൂ. അതുവരെ വേറെ പല വൃത്താന്തമൊക്കെ പറഞ്ഞോ. ഇതങ്ങോട്ട് ആലോചിക്കുക തുടങ്ങിയാൽ ഇനി ഇത് മാത്രമേ പറയൂ. ഇതെന്താണ് എല്ലാവരും കൂടെ പുറപ്പെട്ടുള്ള കാര്യം കേട്ടോ. അന്ന് പറഞ്ഞില്ലേ സ്ത്രീയുടെ വിവാഹത്തിന്റെ കാര്യം ആരെങ്കിലും ഒരാളെ സാമാന്യം പോലെ കണ്ടെത്തണം കേട്ടോ. പരിചയമുള്ള ആളെ കണ്ടാൽ പിന്നെ അത് മാത്രമേ പറയേ. ആരെ കണ്ടാലും എവിടമായി വരികയുണ്ടായത്? എന്തായാലും കണ്ടത് നന്നായി. ഞാൻ ഒന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുന്നു. വേറൊന്നുമില്ല, പുത്രിക്ക് വിവാഹപ്രായമായി. ആരെങ്കിലും ഒരാളെ സാമാന്യം പോലെ കണ്ടെത്തിയാൽ വിഷമില്ല. സ്വതേ ആ വിവാഹത്തിനായിട്ട് ആലോചിക്കുക പതിവുണ്ട്. അപ്പോ പുത്രിക്ക് വിവാഹപ്രായമായാൽ ഇത് അങ്ങനെ ഒരു പുത്രി ഉണ്ടായിട്ട് തന്നെ ഇല്ല. അങ്ങനെ പുത്രി ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ ഇവനെ കണ്ട വലിയ തരക്കേടൊന്നുമില്ല. അവന്റെ മുടി മീശ സമ്പ്രദായമൊക്കെ നന്നായിട്ട് കണ്ട ഒരു സുന്ദരൻ. എന്റെ മുഖത്തേക്കല്ല അങ്ങോട്ട് നോക്കാനായി പറയണേ അല്ലേ? ഒരു കാര്യം ഇവര് വിവാഹം ചെയ്ത് കൊടുക്കാനായിട്ട്, വിവാഹം കഴിഞ്ഞിട്ടില്ല എന്നാ എനിക്ക് തോന്നുന്നത്. ഒരു കാര്യം ഇവര് വിവാഹം ചെയ്ത് കൊടുക്കാൻ എനിക്കൊരു പുത്രി ഉണ്ടാവണം. ഇങ്ങനെ ആരെങ്കിലും മനസ്സിൽ മോഹിക്കോ? എന്താ പാഞ്ചാല മഹാരാജാവിന് അങ്ങനെ ഒരു മോഹം തോന്നാൻ കാരണം എന്നല്ലേ? അത് ഞാൻ പറയാം. ആ ദ്രോണാരാജ് പാഞ്ചാലിനെ അപമാനിക്കാൻ പുറപ്പെട്ട സമയത്ത് അമ്മ പാഞ്ചാലിനെ രക്ഷിക്കേണ്ടായിട്ടുള്ള ആള് അർജുന. എങ്ങനെയാണല്ലേ അത് ഞാൻ പറയാം. ഈ ദ്രോണനും പാഞ്ചാലിനും ഒരു ഗുരുവിന്റെ കീഴിൽ ഒരേ കാലത്താണ് വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഇത് രണ്ടാളും ഒരുമിച്ചാ പഠിച്ചിട്ടുള്ളത്. ഇന്നത്തെ പോലെയല്ല വിദ്യാഭ്യാസത്തിന്റെ സമ്പ്രദായം. ഇന്നത്തെ വിദ്യാഭ്യാസത്തിന്റെ സമ്പ്രദായം എന്താ? ആ ശിഷ്യന്മാര് പ്രഭാതമായാൽ പഠിക്കാനായിട്ടുണ്ട് പൂവ കഴിഞ്ഞാൽ സാമാന്യം പോലെ പഠിക്കുക വേണ്ടതേ പറയലുണ്ട് അല്ലേ? പ്രഭാതമായാൽ പോണത് കാണാൻ. എന്തിനു വേണ്ടിയിട്ടാ? അവിടെ ചെന്ന് ഒരു അവരോരുടെ കാര്യം ചെയ്യും. അവിടെ ഗുരുനാഥന്മാര് വന്ന് പഠിപ്പിക്കണം. അതില്ല. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞിട്ട് വിദ്യ ഉണ്ടാവണില്ല, അഭ്യാസം മാത്രമേ ഉള്ളൂ. ആ അഭ്യാസം ഒന്ന് കാണണമെങ്കിൽ അങ്ങോട്ട് പിന്നിലേക്ക് നോക്കിയാൽ മതി. ആ കാണുന്നതാ അഭ്യാസം. അഭ്യാസത്തിന്റെ കേമത വിദ്യാഭ്യാസം സാമാന്യം പോലെ ഇല്ലാത്തതിന്റെ വൈഷമ്യാണ് ഈ കാണിച്ചു കൂട്ടുന്നതേ. അന്ന് അങ്ങനെയല്ല. അന്ന് ആ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഗുരുവിന്റെ സമീപത്തിന്റെ അവിടെ ചെന്ന് ഗുരുമുഖത്തിന്റെ നിന്നും വേണം അഭ്യസിക്കാനായിട്ട്. അങ്ങനെ ഈ ഗുരുനാഥൻ സമീപത്തിൽ ഇല്ലാതെ കൊണ്ടുള്ള സമയമുണ്ട്. ആ സമയത്ത് ശിഷ്യര് സ്വതം എന്താ ചെയ്യുക? നേരമ്പോക്ക് പറഞ്ഞിരിക്കും. ഗുരുനാഥൻ ഇല്ലെങ്കിൽ അതാ പതിവേ. ശിഷ്യര് നേരമ്പോക്ക് പറഞ്ഞിരിക്കും ഇല്ലേ? നോക്കൂ, ഓരോന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്താ? ഗുരുനാഥൻ ഇല്ലാത്തോണ്ടാ ശിഷ്യരുടെ സ്വഭാവം. അങ്ങനെ ഈ ദ്രോണനും പാഞ്ചാലനും ആ ഗുരുനാഥൻ സമീപത്തിൽ ഇല്ലാതെ കണ്ടുള്ള സമയത്ത് ഓരോരോ നേരമ്പോക്ക് പറഞ്ഞിരിക്കുന്ന കൂട്ടത്തില് ദ്രോണൻ
തന്റെ ഇന്നത്തെ ദാരിദ്ര്യത്തിന്റെ കഥ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അങ്ങാലൻ എന്റെ ഇല്ലത്തെ കഥയൊക്കെ അങ്ങേക്ക് നിശ്ചയമുണ്ടോ? അന്ന് വളരെ യോഗ്യനായിട്ടുള്ള മഹാരാജാവിന്റെ പുത്രനായിട്ടുള്ള ആളാണ്. അങ്ങനെയുള്ള അങ്ങേക്ക് എന്റെ ഇല്ലത്തെ കഥ നിശ്ചയതോ? ഇല്ലത്തുള്ള ആളല്ലേ, ഭക്ഷണം കഴിക്കാൻ പോലും എന്താ വേണ്ടത് നിശ്ചയിക്കേണ്ട, അങ്ങനെയാ കഴിയണത്, നമ്മ ദാരിദ്ര്യമായിട്ടാ കഴിയണത്. ഇടയ്ക്കിടയ്ക്ക് ഈ ദാരിദ്ര്യത്തിന്റെ കഥ പറയുന്നുണ്ട്. അങ്ങനെ ഒരിക്കൽ അത് പറഞ്ഞപ്പോ ദ്രോണ, നീ എന്താ അങ്ങനെ ദുഃഖിച്ചിരിക്കണത്? നീ ഇങ്ങനെ ദുഃഖിച്ച് താടിക്കും കൈ കൊടുത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിനക്കിപ്പോ ദ്രവ്യമില്ലാത്തതിന്റെ ബുദ്ധിമുട്ടല്ലേ, ഇതൊക്കെ ഞാൻ നേരിയാക്കി തരാം. നമ്മുടെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് ആ രാജ്യത്തിന്റെ അവിടെ ചെന്നാൽ അടുത്ത രാജ്യാവകാശം ഞാനാ. അങ്ങനെ അച്ഛന്റെ കാലശേഷം ഭരണം എനിക്ക് കിട്ടിയാൽ ഞാൻ എല്ലാം നേരിയാക്കി തരാം. ഇതിപ്പോ എല്ലാവരും പറയുന്ന ഒരു കാര്യവും, ഭരണം കിട്ടിയാൽ എല്ലാം നേരിയാക്കി തരാം. കേമായിട്ട് എല്ലാവരും പറയുന്നുണ്ട്. അത് ഒരാളൊന്നുമല്ല, അപ്പൊ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാല ഏകദേശമൊക്കെ ആവാറായിട്ടുണ്ട്. ആ ആവാറായിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് കേൾക്കാം, ഞങ്ങൾ നേരിയാക്കി തരാം, ഞങ്ങൾ നേരിയാക്കി തരാം. എല്ലാവരും പറയുന്നുണ്ട്. എപ്പോ ഭരണം കിട്ടണത് വരെ പറയൂ. ഭരണം കിട്ടുക കഴിഞ്ഞാൽ ഇന്ന കാര്യം നേരിയാക്കലൊക്കെ കണക്കാണ്. അതുകൊണ്ടാണ് ആള് പറയുന്നത്, ഭരണം കിട്ടിയാൽ പിന്നെ ആളെ തന്നെ കാണുക വരുമില്ല. അതുകൊണ്ട് എന്നിട്ട് വേണ്ട നേരിയാക്കാനായിട്ടാണ്. അതുപോലെ അങ്ങ് പറയണമെന്നല്ലാതെ ദ്രോണ, മറ്റുള്ള ആളുടെ വാക്കിനെ പോലെ എന്റെ വാക്കിനെ കണക്കാക്കണ്ട. എനിക്ക് ആ രാജ്യം കിട്ടിയാൽ ആധിരാജ്യത്തിന്റെ പകുതി അങ്ങോട്ട് തരുന്നു. നിനക്കിപ്പോ ദ്രവ്യമില്ലാത്തതിന്റെ ബുദ്ധിമുട്ടല്ല, നീ ദുഃഖിക്കേണ്ട. ആധിരാജ്യത്തിന്റെ പകുതി നിനക്ക് അങ്ങോട്ട് തരുന്നുണ്ട്. പിന്നെ ആ പഠിക്കുന്ന കാലത്ത് പറഞ്ഞു ദ്രോണായിരത്രയൊക്കെ കിടക്കാക്കിയുള്ളൂ. അങ്ങനെ രണ്ടാളുടെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് രണ്ടാളും ഗുരുവിന് ഗുരുദക്ഷിണയൊക്കെ ചെയ്ത് തിരിച്ച് അവരവരുടെ ആ വാസസ്ഥാനങ്ങളിലേക്ക് തിരിച്ച് അങ്ങനെ പുറപ്പെട്ടു. അങ്ങനെ ദ്രോണൻ ഇല്ലത്ത് വന്ന് അധികം അമാദിക്കാതെ കണ്ട് വിവാഹമൊക്കെ കഴിഞ്ഞു. എന്താ ഇപ്പൊ അങ്ങനെ ഒരു കണക്കുണ്ട്, വിദ്യാഭ്യാസം കഴിഞ്ഞാൽ അപ്പൊ വിവാഹമാവമ്മ, അല്ലാതെ കണ്ട് വിവാഹത്തിന് പ്രായമായിട്ട് വിവാഹം ചെയ്യില്ലല്ല. ഇനിയിപ്പോ എന്താ ചെയ്യണത്? വിദ്യാഭ്യാസം ചെയ്യാണ്. വല്ലാണ്ട മന്ദിക്കേണ്ട, അപ്പം തന്നെ ആലോചിച്ച് തുടങ്ങിക്കോട്ടോ. അപ്പൊ ആലോചിച്ചാല് സാമാന്യം പോലെ ആരെങ്കിലും ഒരാൾ തരാവൂ. സ്വതേ അങ്ങനെയാ പറയേ നീ. അങ്ങനെ ദ്രോണൻ ഇല്ലത്ത് വന്ന് അധികം മാന്തിക്കാണ്ട് വിവാഹമൊക്കെ കഴിഞ്ഞു. അപ്പോഴും ദാരിദ്ര്യത്തിന് ഒരു കുറവില്ല. എവിടെ വേണമെങ്കിലും ഒരു ദാരിദ്ര്യമുള്ള ദിക്കില് ഒരു കാര്യത്തിന് ക്ഷാമം ഉണ്ടാവില്ല. ബാക്കി സകല കാര്യങ്ങൾക്കും ക്ഷാമവും, ഇതിന് മാത്രം ക്ഷാമം ഉണ്ടാവില്ല. എന്താണല്ലേ? സന്തതി അതൊന്നും അവനവധി ഉണ്ടാവട്ടെ. നന്ന ദാരിദ്ര്യമുള്ളതൊക്കെ ഉണ്ടാലും വേണ്ടില്ല, സന്തതിക്ക് ഒരു ക്ഷാമം ഉണ്ടാവില്ല. ദ്രോണൻ അങ്ങനെ ആ ക്രാന്തോടും പത്തിനോടും കൂടിയിട്ട് നന്ന ദാരിദ്ര്യമായിട്ടാണ് കഴിയുന്നത്. അങ്ങനെ ദാരിദ്ര്യത്തിന്റെ ശക്തി സഹിക്കാൻ വയ്യാതെ കൊണ്ട് വന്നാൽ പോകും. ദ്രോണന്റെ പത്നി ഇദ്ദേഹത്തിന്റെ സമീപത്തെങ്കിലും അവിടെ വന്നത്, അപ്പോഴേ അങ്ങ് എന്താ ഞാൻ വിളിക്കുമ്പോ അങ്ങോട്ട് നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? ഇവിടുത്തെ കഥയൊക്കെ എനിക്ക് നിശ്ചയില്ലേ? ഇവിടെ ഇങ്ങനെയൊക്കെ അങ്ങനെ ആയാൽ എങ്ങനെയാ നീക്കാവുക? എനിക്കറിയാലോ, ഭക്ഷണം കഴിക്കാൻ പോലും എന്താ വേണ്ടി നിശ്ചയില്ലാതെ കണ്ടായിട്ട് ഇങ്ങനെ ദാരിദ്ര്യമായി എങ്ങനെ കഴിച്ചു കൂട്ടുക? അതിപ്പോ ഞാൻ എന്താ വേണ്ടത്? അങ്ങ് പറയുണ്ടായി അന്നും മഹാരാജാവും ഒരുമിച്ചാണ് വിദ്യ അഭ്യസിച്ചിരുന്നതെന്നും അങ്ങനെ അഭ്യസിക്കുന്ന കാലത്ത് ആധിരാജ്യത്തിന്റെ പകുതി തരാമെന്ന് അദ്ദേഹം പറയുകയുണ്ടായിരുന്നു പറഞ്ഞിട്ടില്ലേ? എന്താ ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എത്രയാണ് ഓർമ്മശക്തി എന്ന് കണക്കില്ല. എന്താ അത് ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറക്കില്ല അവര്. ഇവിടെ തന്നെ നോക്കിയാൽ ഓരോരുത്തർ ആലോചിച്ച് തുടങ്ങിയിട്ട് എന്തൊക്കെയാ തരാക്കാനുള്ളത്. സ്ത്രീകളുടെ ഒരു സ്വഭാവം, അല്ലെങ്കിൽ പഠിക്കണ കാലത്തെ കഥ എപ്പോഴോ ഒരു നേരം പോക്ക് പോലെ അദ്ദേഹം പറയുണ്ടായി. ആകെ ഓർത്തു വെക്കുകയുണ്ടായതാ ഒരു കാര്യട്ടോ. ഇപ്പൊ രാജ്യം വേണമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. അങ്ങ് എത്രയായാലും ഒരു വിശിഷ്ടനായിട്ടുള്ള ബ്രാഹ്മണൻ, അങ്ങനെയുള്ള അങ്ങ് മഹാരാജാവിനെ ചെന്ന് മുഖം കാണിച്ചാൽ ഒരു പശുധാനിയും ഉണ്ടാകാണ്ടിരിക്കില്ല. അങ്ങനെ ഒരു പശുവിനെ കിട്ടിയാൽ അതിന്റെ പാലെടുത്ത് കുട്ടിക്ക് കൊടുക്കാം. നോക്കൂ, കുട്ടികൾക്കൊന്നും സാമാന്യം പോലെ നിൽക്കാൻ പോലും സാധിക്കില്ല. നമ്മ ചടച്ച് ക്ഷീണിച്ചായിരിക്കണം. അതെന്താ? പാല് കുടിക്കാതുകൊണ്ടാ. ഇതൊന്നും കണ്ടാ അതൊന്നും പാല് കുടിക്കില്ല. പറഞ്ഞിട്ട് പ്രയോജനമില്ല, നല്ല പാല് തരാമില്ല. പാല് കുടിക്കാതെ കണ്ടാ എന്താ ക്ഷീണിച്ചാ വന്നിരിക്കുന്നത്? നോക്കൂ, എന്താ ചടച്ച് നന്ന ക്ഷീണിച്ചിട്ടുണ്ടോ?
പാല് കുടിക്കാത്തതുകൊണ്ട് അതൊന്നും പാല് കുടിക്കാനുള്ള സാമാന്യം പോലെ എന്താ പറഞ്ഞിട്ട് പ്രയോജനമില്ല. എന്താ നല്ല പാല് തരാൻ വേണ്ടി ആ പാല് എന്ന് പറഞ്ഞൊരു സാധന തരാൻ വേണ്ടി അത് കുടിച്ചാൽ പുറത്തൊക്കെ കൂടെ പുറത്തേക്ക് വിടി വരും. അതാ പോലെ നല്ല പശുവിന്റെ പാല് ആ പശുപാല് ആ പശുവിനെ കിട്ടിയാൽ അത് കൊടുക്കാൻ തരാവൂലോ. ഇതോ ഇവിടെ ഇങ്ങനെ കാലും ഇങ്ങനെ അടികൊള്ളിപ്പെട്ടിരിക്കണ്ട. ഒന്ന് മഹാരാജാവിനെ ചെന്ന് മുഖം കാണിക്കരുത്. ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിർബന്ധിച്ചു തുടങ്ങി. അങ്ങനെ ആ ഭാര്യയുടെ നിർബന്ധം സഹിക്കവയ്യാതെ ദ്രോണാചാര്യര് പാഞ്ചാല മഹാരാജാവിനെ കാണാനായിട്ട് പുറപ്പെട്ടു. എന്താ ദ്രോണാചാര്യനാണ് എന്നൊന്നും പറഞ്ഞിട്ട് കേട്ടില്ല. ആ ഭാര്യയുടെ നിർബന്ധം സഹിക്കവയ്യാതെ കൊണ്ട് വന്നാൽ ആരായാലും ചാടി പുറപ്പെടും. ഇതിപ്പോ എന്താ ഇവിടെ ഇങ്ങനെ വന്നിരിക്കണെന്നാ വിചാരിച്ചേ? ഇവിടെ ഇരിക്കണമെന്ന് മോഹിച്ചിട്ടൊന്നുമില്ല. അതാ ഭാര്യയുടെ നിർബന്ധമുള്ളോട് ഇവിടെ ഇങ്ങനെ വന്നിരിക്കുക. അല്ലെങ്കിൽ ഇപ്പൊ സാമാന്യം പോലെ ആണെങ്കിൽ ഇവിടെ വന്നിരുന്നാൽ മതി. അതല്ല അവിടെ പോയിരിക്കുന്നത്. അതുകൊണ്ടാണ് മോഹം ഉണ്ടായിട്ടൊന്നുമല്ല, നിർബന്ധമുള്ളോട് ചാടി പുറപ്പെട്ടേക്ക് അങ്ങനെയുള്ള ആളുകൾ. ഇവിടെ ദ്രോണാചാര്യത് ആ ഭാര്യയുടെ നിർബന്ധം സഹിക്കവയ്യാതെ ആ സമയത്ത് ഈ പാഞ്ചാല മഹാരാജാവിന്റെ അവസ്ഥ എന്താ? അദ്ദേഹം ആ മാളികയുടെ മുകളില് സിംഹാസനത്തിങ്കൽ അവിടെ ഇരിക്കണതേ. അപ്പോ ഈ മുകളിൽ അവിടെ ഇരിക്കണോണ്ട് നന്ന ദൂരത്തിൻ്റെ നിന്നും കാണാൻ തരാവും പറഞ്ഞതേ. അങ്ങനെയാണ് ഈ മുകളിൽ പോയിരുന്നാൽ സാമാന്യം പോലെ കാണുമെന്ന് വിചാരിച്ചിട്ടാ. ഇതാണ് ചില ആളുകൾ അവിടെ മുകളിൽ പോയിരിക്കണതേ. അവിടെ ഇങ്ങനെ മുകളിൽ ഇരുന്നാൽ ഇത് സാമാന്യം പോലെ കാണാൻ തരാമല്ലോ എന്ന് വിചാരിച്ചിട്ടാ നമുക്ക് അവിടെ ഇരിക്കണതാ. മഹാരാജാവിനെ സംബന്ധിച്ചിടത്തോളം സിംഹാസനത്തിന്റെ സ്വസ്ഥനായിട്ട് അവിടെ ഇരിക്കുന്ന സമയം അങ്ങനെ ആ മുകളിലേക്ക് നോക്കിക്കൊണ്ട് നമ്മ ദൂരത്തിന്റെ നിന്ന് കാണാൻ തരാം ദ്രോണന്റെ വരവ്. ആ വരവ് ദ്രോണനാണോ വരവ്? ഇത് രാജ്യം ചോദിക്കാനുള്ള വരവാ. കണ്ടാ തന്നെ ഒരുങ്ങി പുറപ്പെട്ടേക്കാ. എന്താ വേണ്ടേ? തന്നെ ഇവിടെ വന്ന് കണ്ട് ചോദിച്ചാൽ തനിക്ക് കൊടുക്കാണ്ടിരിക്കാൻ നിവൃത്തിയില്ല. ആ വാക്ക് പറഞ്ഞതാ. മറ്റുള്ള ആളിലൊക്കെ ആണെങ്കിൽ ഭരിക്കണ ആളുകൾ വേറെ ആളിലൊക്കെ ഉണ്ട്. അവർക്കിപ്പോ വാക്കൊന്നൊന്നുമില്ല. വാക്ക് പറഞ്ഞാൽ ഞാൻ പറഞ്ഞോ എന്ന് ചോദിക്കാൻ പുറപ്പെട്ടാ. അതിനുപോലെ സത്യദീക്ഷയുള്ള ആളൊന്നുമല്ല. ഞാൻ അങ്ങനെയല്ല. എനിക്ക് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കൊടുക്കണല്ലോ. ഇപ്പൊ വന്ന് കണ്ട് ചോദിച്ചാൽ കൊടുക്കേണ്ടി വരും. എന്താ വേണ്ടി? ഇവിടെ എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ തന്നെയാ പറഞ്ഞത്. ഇവിടെ തന്നെയാ പറഞ്ഞത്. എന്താ വേണ്ട? ഇനി ഇങ്ങോട്ട് ഇനി ഇങ്ങോട്ട് കൊണ്ടിരിക്കുകയല്ല. അവിടെ 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 വെച്ച് നിർത്തുക നല്ലത്. അല്ലെങ്കിൽ ഇനി ഇങ്ങോട്ട് വന്നാൽ വൈഷമ്യോ കാര്യമില്ല. ഇത് വന്ന് കണ്ടാലേ വൈഷമ്യുള്ളൂ. കണ്ടാലേ ചോദിക്കൂ, ചോദിച്ചാലേ കൊടുക്കുള്ളൂ. അങ്ങനെ ഒന്നുണ്ടല്ലോ. ഒരു കാര്യമില്ല. വേഗം കാവക്കാര് ഒരു കാര്യട്ടോ. നിങ്ങൾ എന്താ അവിടെ ഇങ്ങനെ പോയി നിൽക്കണത്? അവിടെ ഇങ്ങനെ കൈയും കെട്ടി നിന്നാൽ പോരാ. ഇവിടെ 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 കാവൽ വെക്കണം. കുറച്ച് നേരത്തേക്ക് ഒരാളെ നിങ്ങൾ കടത്തി വിടരുത്. ഞാൻ പറഞ്ഞേക്കാം. ഒരു കാര്യം കേട്ടോ, ഒരാളെയും കടത്തി വിടരുത്. ആൾക്കാരൊക്കെ പറഞ്ഞു ദ്രോണാചാര്യ കഥയൊന്നും അറിയില്ല. അദ്ദേഹം ആ മാളികയുടെ ചോട്ട് അവിടെ വന്നപ്പോ മൂലയ്ക്ക് കയറാനുള്ള ഉത്സാഹമായിട്ട് ആ മൂലയ്ക്ക് കയറി പുറപ്പെടുമല്ലോ. അങ്ങനെ ആ മാളികയുടെ മുകളിലേക്ക് കയറാൻ പുറപ്പെട്ടപ്പോ ആൾക്കാർ കാണാനായിട്ട് കണ്ടപ്പോഴാണ് എങ്കടാ ഈ പോണത്? അതെ ഇപ്പൊ പോകാൻ പറ്റില്ല. അതെ അങ്ങടല്ല ഇങ്ങോട്ട് മുകളും ഇപ്പൊ പോകാൻ പറ്റില്ല. ഇങ്ങോട്ട് ഞാൻ മഹാരാജാവിനെ കാണാനായിട്ട് അതെ അത് തന്നെയാ പറഞ്ഞത്. ഇപ്പൊ പോകാൻ തരാമില്ല. ഒരാളെ കടത്തിവിടാൻ കൽപ്പനയുണ്ട് മുകളോ എന്ന് പറഞ്ഞ് കാലക്കാരെ ദ്രോണാചാര്യ എന്ത് വിചാരിച്ചു? ഞാനും മഹാരാജാവും സുഹൃത്തുക്കളാ, ഞങ്ങൾ സഖാക്കളാ. അപ്പോ ഞങ്ങൾക്ക് വൈഷമ്യമൊന്നും ഉണ്ടാവില്ല. ഞാൻ മഹാരാജാവിനെ നേരിട്ട് ചെന്ന് കണ്ടാൽ വൈഷമ്യമൊന്നും ഉണ്ടാവില്ല. ഈ കാവക്കാർക്ക് നിന്റെ കഥയൊന്നും നിശ്ചയം ഞങ്ങൾ സുഹൃത്തുക്കളാണെന്നുള്ള കഥയൊന്നും നിശ്ചയം ഉണ്ടാവില്ല. നേരിട്ട് ചെന്ന് കണ്ടാൽ വൈഷമ്യം ഉണ്ടാവില്ല നിശ്ചയിച്ച്. ഈ കാവക്കാർ പറഞ്ഞിട്ട് കൂട്ടാക്കാതെ എന്ത് പറഞ്ഞു. അത് കണ്ടപ്പോൾ കാവക്കാർക്ക് തിരിച്ചുണ്ടായില്ല. ഈശ്വരി കാവക്കാര് എന്ന് പറഞ്ഞാൽ മറ്റൊരു പ്രവൃത്തിക്കും കൊള്ളില്ല എന്ന് പറഞ്ഞാൽ തീർച്ചയായാൽ ഒരു കാര്യം കേട്ടോ, ഇവൻ കാവലിന് കിടന്നോട്ടെ. ഇവനെ കൊണ്ട് അതേ തരാവൂ. അങ്ങനെയാ പറയുന്നത്. അവർക്ക് വേറെ ശുദ്ധി വരുമല്ലോ. പറഞ്ഞത് കൂട്ടാക്കാതെ കൊണ്ട് അങ്ങോട്ട് പോണത് കണ്ടപ്പോഴാണ് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും കേമായിട്ട് പറഞ്ഞത് കൂട്ടാക്കാതെ കൊണ്ട് അങ്ങോട്ട് പോവേ എന്നാ നീക്കാക്കാന്ന് പറഞ്ഞ് കാവക്കാര് എല്ലാവരും കൂടെ ഓടി അങ്ങോട്ട് ചെന്നു. ഓടി അങ്ങോട്ട് ചെന്ന് ഞാൻ പറയണ്ടായതല്ലേ അങ്ങോട്ട് പോകുന്നത് എന്നാ നീക്കാക്കാന്ന് പറഞ്ഞ് കഴുത്തിന് അങ്ങോട്ട് പിടിച്ച് കൊടുത്തു ഒരു തള്ളു. വേഗം ഏകദേശം മാളികയുടെ മുകളിൽ അവിടെ തള്ളണ്ടേ അവിടെ ഉരുണ്ട് തരണ്ട് ചാട്ടപ്പെട്ട മഞ്ഞടിച്ചവിടെ വീണു മാത്രമല്ല കുറച്ച് നേരത്തേക്ക് ബോധം തന്നെ ഉണ്ടായില്ല.
കഷ്ടിച്ച് ബോധം വന്ന് എഴുന്നേറ്റ് നോക്കിയപ്പോഴാണ് തൻ്റെ ഇടം ഇല്ലാണ്ട് ഇങ്ങനെ കിടക്കുക. ഇനിയിപ്പോ ഇവിടെ ഇങ്ങനെ കിടന്നിട്ട് പ്രയോജനമൊന്നുമില്ല. ഇവിടെ കിടക്കാം, അത്രേ ഉള്ളൂ. ഇവിടെ വേഗം ഇവിടെ എഴുന്നേറ്റ് പുറപ്പെടുകയെന്ന് നിശ്ചയിച്ച് അമ്മ വിഷമിച്ച് അങ്ങോട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ പുറപ്പെട്ടപ്പോഴാണ് കാലും കയ്യൊക്കെ ഒടിഞ്ഞ് വന്നില്ലാതെ കണ്ടായിട്ട് നടക്കുകയും വയ്യ. ഇല്ലേ നടക്കാൻ തരാവില്ല. കാലും കയ്യൊക്കെ ഇങ്ങനെ വല്ലാണ്ട് ആടുന്നുണ്ട്. ഇതെന്താ ആകെ വന്തില്ലാതെ കണ്ടായി. ദ്രോണാചാര്യ എഴുന്നേറ്റ് അവിടെ നിന്ന് നോക്കിയപ്പോഴാണ് അല്ല ഇതൊക്കെ എങ്ങനെയായോ നോക്കൂ. ഇവന് നല്ല ആട്ടാ. ഇത് ഇങ്ങനെ ആടിയിരുന്നതല്ല. ഇവന് നല്ല ബലം. രണ്ടും കൂടെ നല്ല പാകായിന്നാ എനിക്ക് തോന്നുന്നത്. ഇവന് നല്ല ആട്ടവും ഇവന് നല്ല ബലവും. ഇടതിന് നല്ല ബല, വലതിനാണെങ്കിൽ നല്ല ആട്ടവും. ഇതിന് എങ്ങടാ പോണ്ടേന്ന് ശരി അങ്ങടും കൂടും ഇങ്ങനെ ആടുന്നുണ്ട്. വലത് ഇടതിനാണെങ്കിൽ നല്ല ബലവും, ഒരു ദിക്കിലേക്കും ഇല്ല എന്നുള്ളത് ഇതിലായിരുന്നു. ഇടതും വലതും കൂടെ ഒരുമിച്ച് പോവുക എന്നുള്ളത് ഇല്ല. നല്ല പാഴായി. ഇതൊക്കെ നേരിയായിട്ടൊരു കാലം ഉണ്ടാവുമോ? ഈ കയ്യും കാലും ഒക്കെ ഇതുപോലെ സാമാന്യം പോലെ ഉണ്ടായിട്ട് തന്നെ എത്രയാ ക്ലേശിക്കണേന്ന് കണക്കില്ല കഴിച്ചു കൂട്ടാൻ. അപ്പോൾ പിന്നെ ഇങ്ങനത്തെ അയാളുടെ അവസ്ഥ എന്താ? നല്ല ആട്ടാണ്. ഇവനെ കൊണ്ടുള്ളൊരു പ്രയോജനം എന്താ? ഇതാ കുറച്ച് കഴിഞ്ഞാൽ വേണ്ടി വരും. ഈ ഒരു പ്രയോജനമാണ് ഇവനെ കൊണ്ടുള്ളത്. ഇതിപ്പോ ഇവൻ ആ ഭാഗത്തേക്ക് ഇല്ല, ആവശ്യമില്ലാത്ത ദിക്കിലേക്ക് അവന്റെ പോക്ക്. എന്നാൽ ഇവൻ അങ്ങോട്ട് പോണ്ടവനാ. ഇവനാണ് ഇടതാണ് വലത് പോണ ദിക്കിലേക്ക് പോകേണ്ടത്. പക്ഷെ അങ്ങോട്ടില്ല, ഇവൻ പുറത്തേക്കും ഇവൻ അകത്തേക്കും. ഒരു കൈ സ്വാധീനമായിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ആ കൈയിന്റെ ശക്തി ഉപയോഗിച്ച് മറ്റേ കൈപ്പത്തി ഒന്നും അടുത്താൻ ശ്രമിക്കായിരുന്നു. കൈപ്പത്തിയുടെ കഥയൊക്കെ എപ്പോഴും വരുന്നില്ല തന്നെയാണ്. സ്വാധീനം എന്നാലും വേണ്ടി അതല്ലേ സാധിക്കാതെ ഉണ്ടായില്ലോ. കൈയും കാലും ഒക്കെ ഒടിഞ്ഞിട്ടേ. എന്നാൽ ഈ പോക്ക് കുറച്ചും കൂടെ അങ്ങോട്ട് അകത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം സുഖമായിരുന്നു. ഈ പോക്ക് പോരാ, കുറച്ചും കൂടെ അങ്ങോട്ട് അകത്തേക്ക് ചെല്ലണം. എന്നാൽ ഒരു കാര്യം സുഖമായിരുന്നു. ഇങ്ങോട്ട് പോവാത്തോണ്ട് അങ്ങോട്ട് പോയോണ്ട് പ്രയോജനം ഉണ്ടോന്ന് ശരി. എന്നാലും അത്ര പോരാ, കുറച്ചുകൂടെ അങ്ങോട്ട് ഇപ്പോ ഇവിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പ്രയോജനം തിരിച്ച് പോവാന്ന് വെച്ചിട്ട് നടക്കാൻ പോകുന്ന കാല് കുടിച്ച് വന്നില്ലാതെ നടക്കുമെന്ന് അധികമല്ല. അന്ന് വിഷമിച്ച് ദ്രോണാചാര്യ തിരിച്ച് പുറപ്പെട്ടു പോകുന്നു. ഇങ്ങനെ ആലോചിച്ചട്ടാ ആവശ്യമില്ലാതെ കണ്ടത് ആ ഭാര്യയുടെ വാക്ക് കേട്ട് പുറപ്പെട്ടതാ. ഇങ്ങനെ അബ്ധായി. ഒരു കാര്യം മനസ്സിലായിക്കോളൂട്ടോ. ആവശ്യമില്ലാണ്ട് വാക്കും ഓരോന്ന് കേട്ട് ചാടി പുറപ്പെട്ടാ ആകെ വന്തിയല്ലാതെ കണ്ടാവും. ഇവിടെ ഇപ്പൊ ഇങ്ങനെ കാലും കയറ്റി വെച്ചിരിക്കാനുള്ള സുഖമായി. ആ സുഖമൊക്കെ ഒന്നും ഇല്ലാതെ കണ്ടാവും. ഞാൻ പറഞ്ഞില്ല അങ്ങനെയായിരുന്നു ദ്രോണാചാര്യക്ക് അതാണ്ടായത്. നമ്മ വിഷമിച്ച് ആ സമയത്ത് ഈ ദ്രോണന്റെ പത്നി ദ്രോണൻ പോയിട്ടും വരേണ്ട സമയമായിട്ടും കാണാണ്ട് വന്നപ്പോ ആ പടിപ്പുരയുടെ അവിടെ വന്ന് കാത്തിരിക്കുക. കേമായിട്ട് അവിടെ ആ മുമ്പിൽ ആ പടിപ്പുരയുടെ അവിടെ വന്ന് ഇങ്ങനെ നിൽക്കേണ്ടത്. ഭർത്താവിനെ അന്വേഷിച്ച് പുറപ്പെട്ടേക്ക് അങ്ങനെ ആ കേമായിട്ട് അവിടെ കാത്തിരിക്കുക. സ്വതേ ഭാര്യമാര് അങ്ങനെയാ. ഭർത്താക്കന്മാര് ഏതെങ്കിലും ഒരു ദിക്കിലേക്ക് ഇറങ്ങി പുറപ്പെട്ടാൽ ഭർത്താവ് തിരിച്ചു വരുന്നത് വരെ കാത്തിരിക്കും. അത് കുറച്ചും കൂടെ മനസ്സിരുത്തും. എപ്പോ ഭർത്താക്കന്മാര് സുഹൃത്തുക്കളുടെ സമീപത്തിങ്കിലേക്കാണ് പോണതെന്നുണ്ടെങ്കിൽ അവർ കുറച്ചും കൂടെ മനസ്സിരുത്തും. അവർക്കറിയാം ഒരു കൂട്ടം സുഖത്തിന് വേണ്ടിയിട്ടൊക്കെ ഈ പോണതെന്ന് നല്ല നിശ്ചയമുണ്ട്. അപ്പൊ അങ്ങനെ പുറപ്പെട്ടു പോയാൽ ഭർത്താവ് തിരിച്ചു വരുന്നത് വരെ കാത്തിരിക്കും. അനുഭവം ഉണ്ടാവും. ചോദിച്ചു നോക്കും പ്രായം എത്രയായി എന്നാലും വേണ്ടില്ല